ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥ, സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു, അത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ, ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ശബരിമലയിലെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ദേവസ്വം ബോർഡ് അധികാരികൾക്ക്, ഭരണകൂടത്തിന്, അത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണകൂട അംഗങ്ങൾക്ക് ഈ വിഷയം തീർച്ചയായും അറിയാതിരിക്കാൻ സാധ്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അവിഹിത ബന്ധം ഇപ്പോൾ മറച്ചു വയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 4.5 കിലോ കുറച്ചു കുറവ് വന്ന ആ സംഭവത്തിൽ അതേ വ്യക്തിയെ തന്നെ വീണ്ടും ഈ പണി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ നേട്ടം കൊയ്യാൻ, നേട്ടം ആഗ്രഹിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിലുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ 4.5 കിലോ സ്വർണം കുറവ് വന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 4.5 കിലോ തൂക്കം കുറവ് വന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പൊ പറയുന്നത് അയ്യപ്പ സംഗമത്തെ അതിനെ വില കുറയ്ക്കാൻ വേണ്ടി അതിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്നൊക്കെയാണ്. ഇവിടെ അയ്യപ്പ സംഗമത്തിന് എതിരായിട്ടുള്ള ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതോ അല്ലയോ അതൊക്കെ കണ്ടെത്തട്ടെ, അന്വേഷിക്കട്ടെ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് 999 വിജയമല്ലയ്യ പൂശിയ സ്വർണം അത് നിറം മങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 2019 അത് കൊണ്ടുപോകുന്നു. 2019 കൊണ്ടുപോയ ആ സാധനം 4.5 കിലോ കുറച്ച് കൊണ്ടുവരുന്നു. ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നത് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അറിയാം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, ദേവസ്വം ബോർഡ് മെമ്പർമാർക്കറിയാം. പക്ഷേ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടപടി എടുക്കുന്നുണ്ടോ? ഇതിന്റെ കാരണം എന്താണെന്ന് ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ കാര്യം മറച്ചു വെച്ചു? ആരെ സംരക്ഷിക്കാൻ? ആരുടെ താല്പര്യമാണ് ദേവസ്വം ബോർഡ് സംരക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്? അപ്പൊ ഞാനിത് പറയുവാൻ കാരണം, എല്ലാ കുറ്റവും ഒരു വ്യക്തിയിൽ ആരോപിച്ചുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ, അവർക്ക് അങ്ങനെ കൈ കഴുകി പോകാൻ സാധ്യമല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങൾക്കും, എല്ലാ അഴിമതിക്കും, ക്രമക്കേടുകൾക്കും ദേവസ്വം ബോർഡാണ് ഉത്തരവാദി. ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത, ദേവസ്വം ബോർഡിന്റെ സ്വാർത്ഥ താല്പര്യം, സ്വജനപക്ഷപാതം, അഴിമതി, ഇതൊക്കെയാണ് ശബരിമലയിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിയായിട്ടുള്ളത്. അത് ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ്, ഇതിനു മുമ്പ് ഇരുന്ന ദേവസ്വം ബോർഡ്, കാലാകാലങ്ങളായി ശബരിമല ഭരിച്ച, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ശബരിമല ഉൾപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും അഴിമതിക്ക് ഉത്തരവാദികളാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നത് രക്ഷപ്പെടാനുള്ള വഴിയായിട്ടാണ്. ചിലരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. ശബരിമല ഭക്തജനങ്ങളുടെ ഏറ്റവും വികാരപരമായ ഒരു കേന്ദ്രമാണ്. അയ്യപ്പന്മാർ ഭക്തിയോടെ എത്തുന്ന ഒരു സ്ഥലത്ത് എന്തെല്ലാം അഴിമതികളാണ് ശബരിമലയിൽ അരങ്ങേറുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാധ്യമ പ്രവർത്തകര്, നമുക്ക് എല്ലാവർക്കും അറിയാം, 6 കോടി രൂപയുടെ അരവണയാണ് ശബരിമലയിൽ കേടായി പോയത്. 6 കോടി രൂപ വിലപിടിപ്പുള്ള അരവണ, ഏലക്കായിൽ കീടനാശിനിയുടെ അംശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ സംബന്ധിച്ചുള്ള വിവാദമുണ്ടായി. കോടതി അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 6 കോടി രൂപയുടെ അരവണ ശബരിമലയ്ക്ക് നഷ്ടപ്പെട്ടതിന് ആരെങ്കിലും ഉത്തരവാദികളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? 6 കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഉണ്ടോ? ഇനി പോട്ടെ, ആ 6 കോടി രൂപയുടെ അരവണയുടെ അത് ഉപയോഗശൂന്യമായപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
അവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ, നശിപ്പിക്കണം. നശിപ്പിക്കാനുള്ള ടെൻഡർ വിളിച്ചു. നശിപ്പിക്കാൻ ടെൻഡർ വിളിച്ചതിൽ ആർക്കാണ് ടെൻഡർ കൊടുത്തത്? ഞാൻ മനസ്സിലാക്കിയത് അവിടെ 85 ലക്ഷം രൂപയുടെ ഒരു ടെൻഡർ ഈ കൊട്ടാരക്കര ഭാഗത്തോ മറ്റോ ഉള്ള ഒരാൾ സമർപ്പിച്ചിരുന്നു. കോട്ടയം ആ ഭാഗത്തുള്ള ഒരാൾ 85 ലക്ഷം രൂപയുടെ ടെൻഡർ. പക്ഷെ അവിടെ ടെൻഡർ കൊടുത്തത് 2.5 കോടി രൂപയ്ക്കാണ്. 6 കോടി രൂപയുടെ അരവണ ഉപയോഗശൂന്യമായി അത് നശിപ്പിക്കാൻ 2.5 കോടി രൂപയുടെ ടെൻഡർ. നിങ്ങൾ അന്വേഷിക്കൂ, 2.5 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത്. അതിനേക്കാൾ കുറഞ്ഞ ടെൻഡർ അവിടെ ഉള്ളപ്പോൾ, ടെൻഡർ തുക അവിടെ ഉള്ളപ്പോൾ 2.5 കോടി രൂപയുടെ ടെൻഡർ നൽകിയതിന്റെ പിന്നിൽ ആർക്കൊക്കെയാണ് ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്? അധ്യക്ഷൻ RV ബാബു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കാണുന്നത്. വീണ്ടും അതിലേക്ക്. ആ പഞ്ചലോഹ വിഗ്രഹം അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മറ്റു ചില ആളുകൾ അതും അതിനുവേണ്ടി പിരിവ് നടത്തി. അത് ചെയ്യാമെന്ന് പറഞ്ഞ സ്പോൺസർ പിരിവ് നടത്തുന്നു. അപ്പൊ ശബരിമലയിൽ നടക്കുന്നത് മുഴുവൻ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. പൂർണ്ണമായും അവിടെ ഒരു ഭസ്മക്കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തിനാണ് ഭസ്മക്കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? നിലവിലെ ഭസ്മക്കുളം അവിടെ നിലനിൽക്കുമ്പോൾ ആ ഭസ്മക്കുളം ശുദ്ധീകരിക്കാനോ അത് സംരക്ഷിക്കാനോ ശ്രമിക്കേണ്ടതിന് പകരം പുതിയ ഭസ്മക്കുളം, ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം ആ ഭസ്മക്കുളം അത് സ്റ്റേ ഓർഡറിൽ ഇപ്പൊ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയും ദേവസ്വം ബോർഡിന്റെ കഴിവുകേടും അഴിമതിയും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് തുടരാൻ അവകാശമില്ല. ദേവസ്വം ബോർഡ് മറ്റാരൊക്കെയോ കുറ്റം ചാർത്തിയിട്ട് കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. ഇത് അനുവദിക്കാൻ സാധ്യമല്ല. നോക്കൂ, ദേവസ്വം ബോർഡ് വരുമാനത്തിന്റെ 90% ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് വരുമാനത്തിന്റെ 90% ചെലവാക്കുന്നത് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വർഷം ദേവസ്വം ബോർഡിന്റെ വരുമാനം 800-850 കോടിയാണ്. ശബരിമലയുടെ വരുമാനം ഉൾപ്പെടെ 800-850 കോടിയാണ്. ഒരു വർഷം ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനുമായിട്ട് കൊടുക്കേണ്ടത് 750 കോടിയാണ് എന്ന് എന്നോട് പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിക്കൂ, 800-850 കോടി രൂപ വരുമാനം ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി പിന്നെ ദേവസ്വം ബോർഡിന് ചെലവഴിക്കാൻ പൈസ ഉണ്ടോ? അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളുടെയും നവീകരണം സ്തംഭിച്ച അവസ്ഥയിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ നവീകരണം എവിടെയും നടക്കുന്നില്ല. ശ്രീകോവിലുകൾ ചോർന്നൊലിക്കുന്നു. പല ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകൾ അഷ്ടബന്ധ കലശം നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ട കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ ഒന്നും ഒരു പ്രവർത്തനം നടക്കുന്നില്ല. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് ഇപ്പൊ ചെയ്യുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും. അപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് CPMന്റെ CIT യൂണിയൻ നയിക്കുന്ന ദേവസ്വം ബോർഡാണ്. CIT യൂണിയന്റെ ഡിക്റ്റേഷൻ അനുസരിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ദേവസ്വം ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത്, ദേവസ്വം ജീവനക്കാരെ നിയമിക്കുന്നതടക്കം CIT യൂണിയന്റെ തിട്ടൂരം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് CPMന്റെ താല്പര്യം അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ ഇത് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കി. ശബരിമലയിലെ അന്നദാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ അന്നദാനത്തിന് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അരിക്ക് 49 രൂപ കിലോയിന്, 49 രൂപ പ്രകാരം അരിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. 49 രൂപ പ്രകാരം. നിങ്ങൾക്കറിയോ, സൗജന്യമായിട്ട് അയ്യപ്പ സേവാ സംഘം അടക്കം നിരവധി സന്നദ്ധ സംഘടനകൾ സൗജന്യമായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം നൽകി വന്ന സ്ഥലമാണ് ശബരിമല ദേവസ്വം സന്നിധാനം. അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അന്നദാനം കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കാൻ കാരണം എന്താ? ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ കമ്മീഷൻ ബോർഡായിട്ട് മാറിയിരിക്കുക. ഈ ദേവസ്വം ബോർഡ് എന്നല്ല, ശബരിമല ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡും കമ്മീഷൻ ബോർഡുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ബോർഡ് രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. ഈ ബോർഡിന് തുടരാൻ അവകാശമില്ല. ഈ ബോർഡ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ദേവസ്വം ബോർഡാണ്.
ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ദേവസ്വം ബോർഡാണ്. ഹിന്ദു ഐക്യവേദി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. നവംബർ മാസത്തില് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുക. ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത് ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ദേവസ്വം ബോർഡിനാണ്. തന്നാണ്ടത്തെ അതാത് കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്ത കാലം എത്രയായിരുന്നു? 4-5 വർഷം പുറകിലാണ് ദേവസ്വം ബോർഡുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. കണക്കില്ല, രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒട്ടനവധി ആരോപണങ്ങളാണ് ദേവസ്വം ബോർഡുകളെ കുറിച്ച്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കും എതിരായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. നവംബർ മാസത്തിൽ തന്നെ തുടക്കം കുറിക്കും. ഇനിയും നമുക്ക് കാണേണ്ടി വരും. നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആക്ഷൻ പ്ലാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് ഈ ദേവസ്വം നമ്മുടെ ക്ഷേത്രങ്ങളെ രക്ഷിച്ചേ മതിയാകൂ, ഭക്തജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നേ മതിയാകൂ എന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നത്തെ ദിവസം. ഗാന്ധി ജയന്തിയാണ്, വിജയദശമി ദിവസമാണ്, നിങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചത്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്.